പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ വചന ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന സമയം ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ ഒരു പ്രധാനപ്പെട്ട കാര്യം പഠിപ്പിക്കുകയാണ്. അതായത് ദൈവം നമ്മുടെ ജീവിതത്തെ പുതുക്കിപ്പണിയും. ദൈവം നമ്മുടെ ജീവിതത്തെ പുതുക്കിപ്പണിയും. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. നമ്മൾ ഈ വിഷയത്തെ പഠിക്കുമ്പോൾ പഴയ നിയമത്തിലെ എസെക്കിയേൽ പ്രവചനത്തിലെ ഒരു പ്രധാനപ്പെട്ട മേഖല ധ്യാനിച്ചുകൊണ്ടാണ് ഈ വിഷയം നമ്മൾ പഠിക്കുന്നത്. എസെക്കിയേലിൻ്റെ പ്രവചനം 37-ാം അധ്യായം 1, 2, 3 തിരുവചനം. ബൈബിൾ ഉള്ളവരുണ്ട്, ഇല്ലാത്തവരുണ്ട്. ബൈബിൾ ഉള്ളവർ തുറക്കണം, ബൈബിൾ ഇല്ലാത്തവർ ശ്രദ്ധിച്ച് കേട്ടോണം. ബുക്ക് ഓഫ് എസെക്കിയേൽ ചാപ്റ്റർ 37 വേർഡ്സ് 1, 2, 3. 37-ാം അധ്യായം 1, 2, 3 തിരുവചനം. വചനം ഇങ്ങനെയാണ്: കർത്താവിൻ്റെ കരം എൻ്റെ മേൽ വന്നു, അവിടുന്ന് തൻ്റെ ആത്മാവിനാൽ എന്നെ നയിച്ച് അസ്ഥികൾ നിറഞ്ഞ ഒരു താഴ്വരയിൽ കൊണ്ടുവന്ന് നിർത്തി. അവിടുന്ന് എന്നെ അവയുടെ ചുറ്റും നടത്തി. അവ വളരെയേറെ ഉണ്ടായിരുന്നു, അവ ഉണങ്ങി വരണ്ടിരുന്നു. അവിടുന്ന് എന്നോട് ചോദിച്ചു, മനുഷ്യപുത്ര, ഈ അസ്ഥികൾക്ക് ജീവിക്കാനാകുമോ? ഞാൻ പറഞ്ഞു, ദൈവമായ കർത്താവേ, അങ്ങേക്കറിയാമല്ലോ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പലതകരൊന്ന് ഉയർത്തിപ്പിടിച്ച് ഈ വചനം ഒന്ന് ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിച്ചോ. എല്ലാവരും ഒച്ചത്തിൽ പറയണം കേട്ടോ. കർത്താവിൻ്റെ കരം. ഇങ്ങനെ പറഞ്ഞാൽ പറ്റിയാൽ ഒച്ചത്തിൽ പറയണം. കർത്താവിൻ്റെ കരം എൻ്റെ മേൽ വന്നു, അവിടുന്ന് തൻ്റെ ആത്മാവിനാൽ എന്നെ നയിച്ച് അസ്ഥികൾ നിറഞ്ഞ ഒരു താഴ്വരയിൽ കൊണ്ടുവന്ന് നിർത്തി. അവിടുന്ന് എന്നെ അവയുടെ ചുറ്റും നടത്തി. അവ വളരെയേറെ ഉണ്ടായിരുന്നു, അവ ഉണങ്ങി വരണ്ടിരുന്നു. അവിടുന്ന് എന്നോട് ചോദിച്ചു, മനുഷ്യപുത്ര, ഈ അസ്ഥികൾക്ക് ജീവിക്കാനാകുമോ? ഞാൻ പറഞ്ഞു, ദൈവമായ കർത്താവേ, അങ്ങേക്കറിയാമല്ലോ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയാ. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെല്ലാവരെയും ഒരു താഴ്വരയിൽ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുകയാണ്. ഒരു താഴ്വര. ഈ താഴ്വാരത്തിനൊരു പ്രത്യേകതയുണ്ട്. അവിടെ മുഴുവൻ അസ്ഥികളാണ്. ഈ അസ്ഥികൾക്കുമുണ്ട് പ്രത്യേകത. ഉണങ്ങി വരണ്ട അസ്ഥികളാണ്. എങ്ങനെയുള്ള അസ്ഥികൾ? ഉണങ്ങി വരണ്ട അസ്ഥികൾ. ഈ ഉണങ്ങി വരണ്ട അസ്ഥികളുടെ വലിയ കൂടാരം അവിടെ കൊണ്ടുവന്ന് നിർത്തിയിട്ട് ദൈവത്തിൻ്റെ ആത്മാവ് ഒരു ചോദ്യം ചോദിക്കുകയാണ്. മനുഷ്യപുത്ര, ചോദ്യം എന്താണ്? മനുഷ്യപുത്ര, പറഞ്ഞെല്ലാവരും മനുഷ്യപുത്ര, മനുഷ്യപുത്ര, ഈ അസ്ഥികൾക്ക് ജീവിക്കാനാകുമോ? ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ചോദ്യം എന്താണ്? മനുഷ്യപുത്ര, ഈ അസ്ഥികൾക്ക് എങ്ങനെയുള്ള അസ്ഥി? പറയ്. ഉണങ്ങി വരണ്ട് കിടക്കുന്ന അസ്ഥിക്ക് ജീവിക്കാനാകുമോ? ജീവിക്കാനാകുമോ? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയാ. നിങ്ങൾക്ക് വലതും ഇടതും ഇരിക്കുന്നവരുടെ പേരറിയാവോ? ഇല്ലെങ്കിൽ ഒന്ന് ചോദിച്ചേ, അവരുടെ പേരൊന്ന് ചോദിച്ചേ. പേര് ചോദിച്ചിട്ട് അവരോട് ചോദിക്കണം, ബൈബിളിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? മനുഷ്യപുത്ര, ഈ അസ്ഥികൾക്ക് ജീവിക്കാനാകുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിക്കണം. വലതും ഇടതും ഇരിക്കുന്നവരുടെ പേര് വിളിച്ചിട്ട് കേട്ടോ. ഇപ്പൊ ചേച്ചിയുടെ പേരെന്താ? സുജാത. അവ പറയണം. അടുത്ത് ചേട്ടൻ ചോദിക്കണം, സുജാതേ, അസ്ഥികൾക്ക് ജീവിക്കാനാകുമോ? ചേച്ചിയുടെ പേരെന്നാ? രാധ. ഡാർലി, നല്ല പേരാണല്ലോ. ഡാർലി, അസ്ഥികൾക്ക് ജീവിക്കാനാകുമോ? ചോദിച്ചേ. അടുത്തിരിക്കുന്നവരോട് ചോദിച്ചേ. പേര് പറഞ്ഞു ചോദിക്കണം. എന്നോടല്ല ചേട്ടാ, ചോദിക്ക്. അടുത്തിരിക്കുന്നതിൻ്റെ മുഖത്തോട്ട് പോലും നോക്കാൻ പേടിയാണോ? ചോദിക്ക്. ഈ അസ്ഥികൾക്ക് ജീവിക്കാനാകുമോ? ചോദിച്ചോ? സുജാത ചേത്തി, ചേട്ടൻ ചോദിച്ചോ? എന്നതാ ചോദിച്ചേ? എങ്ങനെയുള്ള അസ്ഥി? ഉണങ്ങി വരണ്ട അസ്ഥി. ഈ ഉണങ്ങി വരണ്ട അസ്ഥികൾക്ക് ജീവിക്കാനാകുമോ? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഇത്
എസെക്കിയേലിന്റെ പ്രവചനത്തിൽ പണ്ട് എഴുതി വച്ചിരിക്കുന്ന കാര്യം ഇന്ന് ഈ ശുശ്രൂഷ ഇവിടെ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചോദിക്കുന്ന ചോദ്യമാണ്. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആയിരിക്കുന്ന അവസ്ഥയിൽ ചോദിക്കുന്ന ചോദ്യമാണെന്ന്. ചില കാര്യങ്ങളുടെ മുമ്പിൽ നമ്മൾ ചോദിക്കും, ഇത് വല്ലതും നടക്കുമോ? ഇതെങ്ങനെ ശരിയാകും? ഉണങ്ങി വരണ്ടിരിക്കുക, ജീവിക്കാൻ ഉള്ള യാതൊരു സാധ്യതയുമില്ല. ഇതിനി രക്ഷപ്പെടുവോ? സ്നേഹിച്ച് കല്യാണം കഴിച്ചതാ. കല്യാണം കഴിഞ്ഞ് 12 വർഷം കഴിഞ്ഞ് ഭാര്യ സങ്കടത്തോടെ കഴിഞ്ഞ ദിവസം പ്രാർത്ഥിക്കാൻ വന്നിട്ട് എന്നോട് പറഞ്ഞത് ഇങ്ങനെ, അച്ഛാ, സ്നേഹിച്ചതാ, കല്യാണം കഴിച്ചതാ, പക്ഷെ ഇപ്പോൾ ഉണ്ടല്ലോ വല്ലാത്ത ഭാരം, വല്ലാത്തൊരു മരവിപ്പ്. എനിക്ക് എൻ്റെ ഭർത്താവിനെ കാണുന്നത് ഇഷ്ടമല്ല, അയാളോട് സംസാരിക്കുന്നത് ഇഷ്ടമല്ല, അയാളുടെ സാന്നിധ്യം ഇഷ്ടമല്ല, വല്ലാത്ത വെറുപ്പ്. ഞാൻ ചോദിച്ചു, അതെന്താ അങ്ങനെ? എന്താന്നറിഞ്ഞൂടാ, വർഷം 12 കഴിഞ്ഞപ്പോൾ അങ്ങനെ ആയിപ്പോയി. പ്രേമിച്ച് കല്യാണം കഴിച്ചതാ. അത്രമേൽ എനിക്ക് എൻ്റെ ജീവിത പങ്കാളിയെ സ്നേഹമായിരുന്നു. പക്ഷെ ഇപ്പോൾ ഉണ്ടല്ലോ ഉണങ്ങി വരണ്ടിരിക്കുന്ന അസ്ഥിക്ക് തുല്യം എന്ന് പറഞ്ഞാൽ ജീവനില്ല. സ്നേഹിക്കാൻ തോന്നണ്ടേ അച്ഛാ? സ്നേഹിക്കാൻ തോന്നണ്ടേ? അപ്പൊ ഞാൻ ചോദിച്ചു, വെറുക്കാൻ കാരണമുണ്ടോ? വെറുപ്പിന് കാരണമുണ്ടോ? ചില കാരണങ്ങളൊക്കെ ഉണ്ട്. ചോദിച്ചു വന്നപ്പോ ഈ മനുഷ്യന് മറ്റൊരു സ്ത്രീയോട് തുടങ്ങിയ ഒരു ബന്ധത്തിൽ പ്രേമിച്ച് കല്യാണം കഴിച്ച ഭാര്യയ്ക്ക് വല്ലാത്ത സങ്കടമായി, പ്രശ്നം രൂക്ഷമായി, തർക്കമായി. ഇവർക്കുണ്ടായിരുന്ന സ്നേഹം കുറച്ചു നാളുകൾക്ക് മുമ്പ് നഷ്ടപ്പെട്ടു പോയി. ഇപ്പോ ഇവർ ജീവിക്കുന്നുണ്ടെന്നേ ഉള്ളൂ. യന്ത്രമനുഷ്യരെ പോലെ അന്ന ഈ ഭാര്യ എന്നോട് പറഞ്ഞത്, അച്ഛാ, അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സ്നേഹവും ഇല്ല, ഒരു മുറിയിലാ കിടപ്പൊക്കെ, പക്ഷെ അച്ഛാ ഒരു തരി സ്നേഹമില്ല. എന്നിട്ട് ഈ സ്ത്രീ കണ്ണുനീരോടെ ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് എന്നോട് ചോദിച്ച ചോദ്യം, ഇതിനി ശരിയാകുമോ അച്ചോ? ഇതിനി ശരിയാകുമോ? ഇതിനി മെച്ചപ്പെടുവോ? ഇതിനി തിരിച്ചു കിട്ടുവോ? ഇപ്പൊ ചോദിച്ചല്ലോ അടുത്തിരിക്കുന്ന ആളോട്, ഈ ഉണങ്ങി വരണ്ടിരിക്കുന്ന അസ്ഥിക്ക് എന്നാ ചോദിച്ചേ? ജീവൻ ഉണ്ടാകുവോ? പോട്ടാശ്രമത്തില് നമ്മുടെ ഈ ആലയത്തിലെ ഒരു മധ്യസ്ഥ പ്രാർത്ഥന ശുശ്രൂഷക നാളുകൾക്ക് മുമ്പ്, ആ സഹോദരി ഇവിടെ ഇല്ലെന്ന് വിശ്വസിച്ചോണ്ട് തന്നെ ഇത് പറയണേ, കണ്ടപ്പോ, ഞാനൊരു അവിചാരിതമായ ഒരു സ്ഥലത്ത് വെച്ച് കണ്ടപ്പോ ഈ സഹോദരിയുടെ ഞാൻ സംസാരിച്ചു വന്നപ്പോ ചോദിച്ചു, എന്താ ഇപ്പൊ പോട്ടയിലോട്ടൊന്നും കാണുന്നില്ലല്ലോ? ചേച്ചി മധ്യസ്ഥ പ്രാർത്ഥന ഗ്രൂപ്പിലൊക്കെ ഉണ്ടായിരുന്നതല്ലേ? ഓ അച്ഛാ, അതൊക്കെ അങ്ങ് നിന്നുപോയി അച്ഛാ, കൊറോണ കാലത്ത് നിന്നതാ. ഇപ്പൊ അതിനോടൊന്നും ഒരു താല്പര്യമില്ല. മധ്യസ്ഥ പ്രാർത്ഥന, പോട്ടയിൽ പോകണം, പ്രാർത്ഥിക്കണമെന്നൊക്കെ ഒരു താല്പര്യമില്ല അച്ഛാ. ഞാൻ കണ്ടപ്പോ അത് വേറെ ഒരു കൂട്ടായ്മയിലാ, അതിനോട് താല്പര്യമായി. ഇതിനോടുള്ള താല്പര്യമൊക്കെ പോയി, പ്രാർത്ഥനയോട് താല്പര്യമൊക്കെ പോയി. മധ്യസ്ഥ പ്രാർത്ഥന എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചേച്ചി എന്നോട് പറഞ്ഞത്, ഇതൊക്കെ ഇപ്പോഴും വേണോ അച്ഛാ? അതിൻ്റെ ആവശ്യമില്ലെന്ന്, നഷ്ടപ്പെട്ടെന്ന്, മരവിച്ചിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. സ്വർദ്ദിപ്പറ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കഴിഞ്ഞ നാളിൽ ഞങ്ങളുടെ വൈദികരുടെ ഒരു കൂട്ടായ്മ നടന്നുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ സുഹൃത്തായിട്ടുള്ള ഒരു അച്ഛൻ പറഞ്ഞു, മനസ്സിൽ വല്ലാത്ത മരവിപ്പാ. ഞാൻ ചോദിച്ചു, എന്നാ പറ്റി അച്ഛാ? എന്നാ പറയാനാ, കത്തോലിക്ക സഭയിൽ ഈ പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞ നാളുകളിലൊക്കെ ഇങ്ങനെ കടന്നുപോയി. ഓ, വല്ലാത്തൊരു മരവിപ്പാച്ചാ. വൈദിക ജീവിതത്തോട് തന്നെ വല്ലാത്തൊരു മരവിപ്പ്, ഉണങ്ങി വരണ്ടിരിക്കുക, ഒരു 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 ഉന്മേഷമില്ലെന്ന്, ഒരു ഉണർവില്ലെന്ന്. എന്തെല്ലാം പ്രശ്നങ്ങളാണ് നടക്കുന്നേ, എന്തെല്ലാം കാര്യങ്ങളാണ് നടക്കുന്നേ, ഒന്നിനോട് ഒരു താല്പര്യമില്ലെന്ന്, ഒരു ഉണർവില്ലെന്ന്. ഇനി ഇതൊക്കെ ശരിയാകുമോ? ഇനി എന്ന് ശരിയാകാനാ? ഇതെന്ന് ശരിയാവാനാ? എൻ്റെ പ്രിയപ്പെട്ടവരെ, കുടുംബജീവിതത്തിൽ മാത്രമല്ല, അച്ഛന്മാരുടെ ജീവിതത്തിൽ മാത്രമല്ല, ഓരോ ശുശ്രൂഷകന്റെ ജീവിതത്തിൽ മാത്രമല്ല, ഈ ഭൂമിയിലുള്ള സകല മനുഷ്യൻ്റെയും ജീവിതത്തിൽ അനേക തരത്തിലുള്ള ദുഃഖവും ഭാരവും ഒക്കെ ഉണ്ടാകുമ്പോൾ ഈ ചോദ്യമുണ്ട്, ഇതിനി ശരിയാകുമോ? ഇതിനി നന്നാവുമോ? അപ്പം മകനെയും കൊണ്ട് പ്രാർത്ഥിക്കാൻ വന്നതാ. എന്നിട്ട് എന്നോട് മകനെ മാറ്റി നിർത്തിയിട്ട് പറയുക,
ഇവൻ ഇനി നന്നാവോ? അപ്പൻ മകനെ പ്രാർത്ഥിക്കാൻ കൊണ്ടുവന്നിട്ട് മകനെ മാറ്റി നിർത്തിയിട്ട് എന്നോട് പറയുക, ഇവൻ നന്നാവുക അച്ഛാ, അച്ഛൻ്റെ അഭിപ്രായം എന്താ? ഇവൻ നന്നാവുമോ, മെച്ചപ്പെടുവോ? ഇപ്പോഴത്തെ ഇവന്റെ പോക്ക് കണ്ടിട്ട് എനിക്ക് തോന്നുന്നില്ല നന്നാവുമെന്ന്. അപ്പന്റെ മറുപടി, ഇപ്പോഴത്തെ ഈ അവസ്ഥ കണ്ടിട്ട് ഇത് മെച്ചപ്പെടുമെന്ന് തോന്നണില്ല, ഇത് ശരിയാവുമോ, ഇത് നന്നാവുമോ എന്ന് പറഞ്ഞാൽ നന്നാകാനുള്ള ഒരു സാധ്യതയും കാണുന്നില്ലെന്ന്. സ്നേഹിക്കാനായിട്ട്, ഭർത്താവിനെ സ്നേഹിക്കാനായിട്ട് അച്ഛൻ എനിക്ക് തോന്നണ്ടേ, ആ മനുഷ്യന്റെ എന്തെങ്കിലും ഒരു നന്മ കാണണ്ടേ, എന്തെങ്കിലും. ആ വൈദികൻ പറഞ്ഞത്, ഈ വൈദിക ജീവിതത്തോട് തന്നെ വല്ലാത്ത മരവിപ്പ് തോന്നുന്നു. കാരണം ഈ പ്രശ്നങ്ങൾ ഇങ്ങനെ കാണുമ്പോൾ അസ്വസ്ഥതകളാണ്, മനസ്സിൽ വല്ലാത്ത ഭാരം. മനുഷ്യപുത്ര, ഈ ഉണങ്ങി വരണ്ട അസ്ഥി ജീവൻ പ്രാപിക്കുവോ? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. വലതും ഇടതും ഇരിക്കുന്നവരോട് ചോദിച്ചേ, ഉണങ്ങി വരണ്ടിരിക്കുന്ന അസ്ഥിയല്ലേ നീ? ചോദിച്ചേ. അതേന്ന്, സത്യം. ഇരിപ്പുണ്ടെന്നേ ഉള്ളൂ, ചിലതിൻ്റെ ഇരിപ്പ് കണ്ടില്ലേ, അസ്ഥിയേക്കാളും കഷ്ടം അല്ലേ? ഉണങ്ങി വരണ്ടിരിക്കുന്ന അസ്ഥിക്ക് സമാനം, ഉണങ്ങി വരണ്ടിരിക്കുന്ന അസ്ഥിക്ക് സമാനം. കാരണം ചില കാര്യങ്ങൾ ഓർത്തിട്ട് തന്നെ ഭാരം, സന്തോഷിക്കാൻ പറ്റണില്ല, ഒരു കാര്യത്തിൽ ചിരിക്കാൻ പറ്റുന്നില്ല, വല്ലാത്ത ഭാരം, മരവിപ്പ്. പ്രിയപ്പെട്ട ദൈവജനമേ, ഇന്ന് ഈ തിരുവചനം പരിശുദ്ധാത്മാവ് സമ്മാനിക്കുമ്പോൾ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരുടെയും ജീവിതത്തിൽ, ഒന്നോ രണ്ടോ പേർക്കല്ല കേട്ടോ, അങ്ങനെ ചിന്തിക്കരുത്, ഓരോരുത്തരുടെയും ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് ഇടപെടാൻ ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഓരോരുത്തരുടെയും ജീവിതത്തിൽ പറയുന്ന ഞാൻ, ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരും, മധ്യസ്ഥ പ്രാർത്ഥന ഗ്രൂപ്പ്, ഗായക സംഘം, ചെറുതും വലുതുമായ ശുശ്രൂഷകര്, ഇന്ന് ആദ്യമായിട്ട് ഈ ആലയത്തിൽ വന്നിരിക്കുന്നവര്, ഓൺലൈൻ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവര്, ആരുമായിക്കൊള്ളട്ടെ, നീ വിശ്വസിച്ചോ, കർത്താവിൻ്റെ ആത്മാവ് ഈ ശുശ്രൂഷ സമയം തന്നെ നിന്നിൽ പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നു. വലതുകര ഉയർത്തി ഒച്ചത്തിൽ പറഞ്ഞ ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പ്രിയപ്പെട്ടവരെ, എസെക്കിയേലിന്റെ പ്രവചനം 4-ാം തിരുവചനം, 37-ാം അധ്യായം 4-ാം തിരുവചനം, 3-ാം തിരുവചനത്തിലാണ് ചോദ്യം. ഈ ഉണങ്ങി വരണ്ട അസ്ഥിക്ക് ജീവൻ ഉണ്ടാകുമോ? 4-ാം തിരുവചനം നമുക്കൊന്ന് വായിക്കാം. 4-ാം തിരുവചനം, അവിടുന്ന് എന്നോട് അരുളി ചെയ്തു, ഈ അസ്ഥികളോട് നീ പ്രവചിക്കുക, വരണ്ട അസ്ഥികളെ കർത്താവിന്റെ വചനം ശ്രവിക്കുവിൻ എന്ന് അവയോട് പറയുക. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. വരണ്ട അസ്ഥികൾക്ക് ജീവൻ കിട്ടണമെങ്കിൽ എന്തു ചെയ്യണമെന്ന് വചനം പഠിപ്പിക്കുന്ന എന്താണെന്നറിയോ? അവയോട് പ്രവചിക്കുക, അവയോട് പ്രവചിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവയോട് വചനം പറയുക. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. എന്നിട്ട് അടുത്ത വചനം വായിച്ചേ, 5-ാം വചനം. ദൈവമായ കർത്താവ് ഈ അസ്ഥികളോട് അരുളി ചെയ്യുന്നു, ഇതാ ഞാൻ നിങ്ങളിൽ പ്രാണൻ നിവേശിപ്പിക്കും, നിങ്ങൾ ജീവിക്കും. അടുത്ത വചനം കൂടെ, ഞാൻ നിങ്ങളുടെ മേൽ ഞരമ്പുകൾ വച്ചുപിടിപ്പിക്കും, മാംസം വളർത്തുകയും ചർമ്മം പൊതിയുകയും ചെയ്യും. നിങ്ങളിൽ പ്രാണൻ നിവേശിപ്പിക്കുകയും ചെയ്യും, നിങ്ങൾ ജീവൻ പ്രാപിക്കും. ഞാനാണ് കർത്താവെന്ന് അപ്പോൾ നിങ്ങൾ അറിയും. പ്രൈസ് ദി ലോർഡ്. സ്വർത്തിപ്ര ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പ്രിയപ്പെട്ടവരെ, ദാ ഈ വചന ശുശ്രൂഷ സമയത്ത് കർത്താവ് നിന്റെ സ്വഭാവത്തിൽ, നിന്റെ കാഴ്ചപ്പാടുകളിൽ, നിന്റെ കുടുംബത്തിന്റെ ഓരോ മേഖലകളിൽ ഇടപെടാൻ ആഗ്രഹിച്ചുകൊണ്ട് പഠിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഉണങ്ങി വരണ്ടിരിക്കുന്ന അവസ്ഥ, രക്ഷപ്പെടില്ല എന്ന് കരുതിയ ഒരു കാര്യം, ഭാരപ്പെട്ടിരിക്കുന്ന ഒരു കാര്യം വചനം പഠിപ്പിക്കുന്നതെന്നറിയോ? ആ ഉണങ്ങി വരണ്ടിരിക്കുന്ന അസ്ഥിക്ക് ജീവൻ കിട്ടും. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. നഷ്ടപ്പെട്ടു എന്ന് നീ വിചാരിക്കുന്ന ആ കാര്യത്തിൽ വീണ്ടും ജീവൻ ഉണ്ടാകും.
ഇനി ഒരിക്കലും തിരിച്ചു പിടിക്കാൻ പറ്റില്ല എന്ന് കരുതി നീ ഭാരപ്പെടുന്ന വിഷയത്തിൽ തിരിച്ചു പിടിക്കാൻ പറ്റും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അതുകൊണ്ട് ദേ നമ്മൾ ആദ്യം തന്നെ വിശ്വസിക്കേണ്ട എന്നാന്നറിയാവോ? യെസ്, ഈ കാര്യം എനിക്ക് തിരിച്ചു കിട്ടും. അതാദ്യം വിശ്വസിക്കണം, അതാദ്യം വിശ്വസിക്കണം. അല്ലാതെ ഇല്ല, തീർന്നു, എൻ്റെ മകൻ ഇനി നന്നാവില്ല, അവൻ്റെ കാര്യം ഇങ്ങനെയൊക്കെയായി, എൻ്റെ ഭർത്താവിനെ ഇനി സ്നേഹിക്കാൻ പറ്റില്ല, ഓ ഇനി അതൊന്നും നടക്കത്തില്ലെന്നേ, ഇനി അതൊന്നും സാധ്യമല്ല. ഇങ്ങനെയല്ല, മറിച്ച് നഷ്ടപ്പെട്ടത് എൻ്റെ കർത്താവ് തിരിച്ചു തരും. കർത്താവ് വീണ്ടും പുതുക്കി പണിയും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. നഷ്ടപ്പെട്ടതിനെ ഓർത്തുകൊണ്ട് കരയണ്ട, മറിച്ച് ഇതാ കർത്താവ് നിന്നോട് പഠിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പാഠം. നഷ്ടപ്പെട്ടത് വീണ്ടും കർത്താവ് പുതുക്കി പണിയും, പുതുക്കി പണിയും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പുതുക്കി പണിയുന്ന ദൈവം, ദൈവം നിനക്ക് നഷ്ടപ്പെട്ട കാര്യത്തെ വീണ്ടും പുനഃസൃഷ്ടിക്കും, വീണ്ടും അത് ക്രമീകരിക്കും. കർത്താവ് വീണ്ടും അത് മറ്റൊരു മേഖലയിൽ ഉയർത്തും. നിങ്ങൾക്ക് വായിച്ച് ധ്യാനിക്കാൻ വേണ്ടി ഒരു സുന്ദരമായ വചനഭാഗം മത്തായിയുടെ സുവിശേഷം ഒന്ന് തുറന്നേ. സെന്റ് മാത്യൂസ് ഗോസ്പൽ ചാപ്റ്റർ 17, 17-ാം അധ്യായം, 17-ാം അധ്യായം അതിൻ്റെ 6-ാം തിരുവചനം. മത്തായിയുടെ സുവിശേഷം 17-ാം അധ്യായം അതിൻ്റെ 6-ാം തിരുവചനം. 17-ാം അധ്യായത്തിൽ അതിനൊരു ഹെഡിങ് കൊടുത്തിട്ടുണ്ട്, യേശു രൂപാന്തരപ്പെടുന്നു. ഇതാണ് ഹെഡിങ്. നമ്മളതിങ്ങനെ വായിച്ചു വരുമ്പോൾ യേശുവിൻ്റെ രൂപാന്തരീകരണത്തെക്കുറിച്ച് പഠിപ്പിക്കും. എന്നിട്ട് അതിൻ്റെ 6-ാം വചനം ഒന്ന് വായിച്ച്. 6-ാം വചനം, 17-ാം അധ്യായം 6-ാം വചനം. ഇത് കേട്ട ക്ഷണത്തിൽ ശിഷ്യന്മാർ കമിഴ്ന്നു വീണു. അവർ ഭയവിഹ്വലരായി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയാ. ഇത് കേട്ട ക്ഷണത്തിൽ ശിഷ്യന്മാർ കമിഴ്ന്നു വീണു എന്ന് മാത്രമല്ല, ഭയം അവരുടെ ഉള്ളിൽ എരച്ചു കയറി. രണ്ടു കാര്യങ്ങൾ, ഒന്ന് വീഴ്ച, മറ്റൊന്ന് ഭയം. എപ്പോഴാണെന്നറിയോ? അതിന്റെ 5-ാം വചനം വായിച്ചാൽ നമുക്കിത് മനസ്സിലാകും. 5-ാം വചനം ഒന്ന് വായിച്ചേ. സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശോഭയേറിയ ഒരു മേഘം വന്ന് അവരെ ആവരണം ചെയ്തു. മേഘത്തിൽ നിന്ന് ഇങ്ങനെയൊരു സ്വരമുണ്ടായി, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു, ഇവന്റെ വാക്ക് ശ്രവിക്കുവിൻ. പ്രൈസ് ദി ലോർഡ്. അടുത്ത വചനമാണ് പഠിപ്പിക്കുന്നത്. ഇത് കേട്ട ക്ഷണത്തിൽ ശിഷ്യന്മാർ കമിഴ്ന്നു വീണു, അവർ ഭയവിഹ്വലരായി. പ്രൈസ് ദി ലോർഡ്. ജീവിതത്തില് ചില കാര്യങ്ങളുടെ മുമ്പിൽ നമ്മൾ വീണുപോകും. ശിഷ്യന്മാരെ പോലെ വീണു പോകും. ആ വീഴ്ച നമ്മുടെ ഉള്ളിൽ ഭയമുണ്ടാക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയാ. വീഴ്ച ഭയമുണ്ടാക്കും. എന്നാൽ നമ്മൾ ഓർക്കേണ്ട കാര്യം, തൊട്ടടുത്ത വചനത്തില് വളരെ ശക്തമായ ഒരു സന്ദേശം തിരുവചനം പഠിപ്പിക്കുന്നുണ്ട്. 7-ാം വചനം, യേശു സമീപിച്ച് അവരെ സ്പർശിച്ചുകൊണ്ട് പറഞ്ഞു, എഴുന്നേൽക്കുവിൻ, ഭയപ്പെടേണ്ട. അടുത്തത്, കണ്ണുകൾ ഉയർത്തി നോക്കിയപ്പോൾ യേശുവിനെ അല്ലാതെ മറ്റാരെയും കണ്ടില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയാ. ഇങ്ങോട്ട് നോക്കിക്കേ, നിവർന്നിരുന്നേ. ശിഷ്യന്മാർ മലമുകളിൽ രൂപാന്തരീകരണത്തിൽ പങ്കെടുത്ത് ഇങ്ങനെ നിൽക്കുന്നു. ഒരു പ്രത്യേക സാഹചര്യത്തിലെത്തിയപ്പോൾ ശിഷ്യന്മാർ കമിഴ്ന്നു വീണു. വീഴ്ചയോടൊപ്പം അവരുടെ ഉള്ളിൽ ഭയം. വീഴ്ചയും ഭയവും. ഇവിടെ ഇരിക്കുന്ന നമ്മുടെ പലരുടെയും ജീവിതത്തിൽ ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങളും പലപ്പോഴും സംഭവിക്കുന്നതാണ്. ഒരു വീഴ്ചയോടൊപ്പം ഭയം, പിന്നെ ജീവിക്കാൻ പറ്റാത്തവണ്ണം വല്ലാതെ ഞെരുങ്ങിയ അവസ്ഥ. എന്നാൽ ശിഷ്യന്മാരെ കുറിച്ച് പറയുന്നു, അതിനുശേഷം ഈശോ തൊട്ട് കഴിഞ്ഞപ്പോ ഇവര് നിവർന്നു നിന്നു. അവരുടെ മുമ്പിൽ പ്രകാശത്തിൽ നിൽക്കുന്ന യേശു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഭയം മാറി. ആ ഒറ്റ വീഴ്ചയിലൂടെ വന്നിട്ടുള്ള ഭയത്തിന്റെ മുകളിൽ യേശു പ്രവർത്തിക്കാൻ തുടങ്ങി.
യേശു പ്രവർത്തിക്കാൻ തുടങ്ങി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രകാശിച്ചു നിൽക്കുന്ന യേശുവിനെ അവർക്ക് കാണാൻ പറ്റി. പ്രകാശിച്ചു നിൽക്കുന്ന യേശുവിനെ അവർക്ക് കാണാൻ പറ്റി. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. എൻ്റെ പ്രിയപ്പെട്ട ദൈവജനമേ, നിന്റെ കുടുംബത്തിലെ ഏതെങ്കിലും ഒരു വിഷയത്തിൻ്റെ പേരിൽ ഭയപ്പെട്ടും വീണും കിടക്കുന്നുണ്ടാവും. ഇനി രക്ഷപ്പെടില്ല എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും. എന്നാൽ ഇതാ തിരുവചനം പഠിപ്പിക്കുന്നു, നീ അങ്ങനെ വീണ് കിടന്ന് നശിക്കേണ്ടതല്ല നിന്റെ ജീവിതം. നീ അങ്ങനെ ഭയപ്പെട്ട് ജീവിതം തീർക്കേണ്ടതല്ല. മറിച്ച് പ്രകാശത്തിൽ ജീവിക്കാൻ നിയോഗമുള്ള ഒരു വ്യക്തിയാണ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനേക ദുരന്തങ്ങളെ നമ്മൾ കണ്ടിട്ടുണ്ട്, അനുഭവിക്കുന്നുണ്ട്. പ്രകൃതിയുടെ ദുരന്തങ്ങൾ അനേകം നമ്മൾ കാണുന്നുണ്ട്. അത് പ്രളയമാവട്ടെ, മഹാമാരിയാവട്ടെ, ഉരുൾപൊട്ടലാവട്ടെ, പലതും. എന്നാൽ ഓർക്കേണ്ട കാര്യം, ഓരോ ദുരന്തം, ഇപ്പം ചിലപ്പോൾ ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ വീട്ടിലുണ്ടായ ചില മരണങ്ങൾ, അപ്രതീക്ഷിത ചില മരണങ്ങൾ, വല്ലാതെ ഉള്ളിൻ്റെ ഉള്ളിൽ ഷോക്ക്. ഇതെന്താ ദൈവമേ, ഇതെന്താ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുക. എന്നാൽ നമ്മൾ തിരിച്ചറിയേണ്ട കാര്യം, എല്ലാ ദുരന്തത്തെയും എല്ലാ തകർച്ചകളെയും കർത്താവ് വീണ്ടും പുനഃക്രമീകരിക്കും. അതിനെ വീണ്ടും കർത്താവ് പുനഃക്രമീകരിക്കും. അങ്ങനെ വീണ് കിടന്ന് അവസാനിക്കേണ്ടതല്ല, ഭയപ്പെട്ട് കിടന്ന് അവസാനിക്കേണ്ടതല്ല. ശിഷ്യന്മാരുടെ രൂപാന്തരീകരണം, സത്യത്തിൽ വചനം യേശുവിൻ്റെ രൂപാന്തരീകരണം എന്നാണ് കൊടുത്തിരിക്കുന്നത്. എന്നാൽ സത്യത്തിൽ ഈ രൂപാന്തരീകരണം സംഭവിച്ച ശിഷ്യന്മാരുടെ ജീവിതത്തിലാണ്. അവരുടെ രൂപം മാറി, ട്രാൻസ്ഫിഗറേഷൻ, അവരുടെ ഫിഗർ, അവരുടെ രൂപം മാറി, അവരുടെ സ്വഭാവം മാറി, അവരുടെ ചിന്തകൾ മാറി. ദൈവം രൂപാന്തരീകരിക്കും. ദൈവം രൂപാന്തരീകരിക്കും. അടുത്തിരിക്കുന്നവരോട് പറഞ്ഞു കൊടുത്തേ, യേശു നിന്നെ രൂപാന്തരീകരിക്കുന്നു. പറഞ്ഞു കൊടുത്തേ, യേശു നിന്നെ രൂപപ്പെടുത്തും. യേശു നിന്നെ രൂപപ്പെടുത്തും. ജീവിതത്തിലെ ഒരു ദുരന്തത്തെയും ഒരു മരണത്തെയും വില കുറച്ച് കാണിക്കാനല്ല ഞാൻ ഇത് പറയുന്നത്. ഒരുപക്ഷെ ഇവിടെ ഇരുന്നുകൊണ്ട് ചിലർ ചിന്തിക്കും, അച്ഛൻ ഇത് പറയാം, പക്ഷേ ഞങ്ങൾ അനുഭവിക്കുന്ന ഈ വിഷമം ഇതാർക്ക് മനസ്സിലാകും? ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കും, ഇതെന്താ ഇങ്ങനെ, പ്രതീക്ഷിച്ചില്ലല്ലോ, ഇതെന്താ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നിന്റെ ജീവിതത്തിന്റെ അവസാനം വരെ നീ ചോദിച്ചുകൊണ്ടേയിരിക്കും. എന്നാൽ നീ തിരിച്ചറിയണം, ഏതൊരു ദുരന്തത്തെയും ദൈവം പുനഃക്രമീകരിക്കും, ദൈവം പുനഃസൃഷ്ടിക്കും. അതിൻ്റെ രൂപം മാറ്റി ആ മേഖലയിൽ ദൈവം ഇടപെടും. ദൈവം ഇടപെടും. വിശുദ്ധ ഗ്രന്ഥം നമ്മളെ പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ പാഠം അതാണ്. വിശുദ്ധ ഗ്രന്ഥത്തിൽ 73 പുസ്തകങ്ങൾ, ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ നിങ്ങൾ എടുത്ത് വായിച്ചു നോക്ക്. ഈ വായിക്കുന്ന ഈ താളുകൾ എഴുതിയിരിക്കുന്ന ഓരോ മനുഷ്യന്റെയും ജീവിതം പരാജയത്തിന്റെ ജീവിതത്തെക്കുറിച്ചാണ്. നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നത് വിശുദ്ധ ഗ്രന്ഥം മൊത്തം വിജയിച്ചവരുടെ ചരിത്രം. തെറ്റി. പരാജയപ്പെട്ട് നാണം കെട്ട് മറ്റുള്ളവരുടെ മുമ്പിൽ ഒന്നുമില്ലാതായ ഒരുപറ്റ മനുഷ്യരുടെ ചരിത്രം. എന്നാൽ ദൈവം അങ്ങനെ പരാജയത്തിൽ ജീവിക്കാൻ അനുവദിക്കാതെ, ബലഹീനതകൾ ജീവിക്കാൻ അനുവദിക്കാതെ രൂപം മാറ്റിയ, പണിതുയർത്തിയവരുടെ ചരിത്രമാണ് വിശുദ്ധ ഗ്രന്ഥം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. നിങ്ങളെടുത്ത് വായിച്ചു നോക്കിയേ, ഈ വിശുദ്ധ ഗ്രന്ഥത്തിലെ നമ്മൾ വായിക്കുന്ന ഓരോ വ്യക്തികളെ കുറിച്ച് വായിച്ചു നോക്കിക്കേ. ആരാ മെച്ചമുള്ളത്? അബ്രാഹം. ദൈവം അബ്രാഹത്തോട് പറഞ്ഞു, നിനക്കൊരു കുഞ്ഞുണ്ടാകും. എന്നിട്ട് എന്ത് പറ്റി? എന്നിട്ട് എന്തു പറ്റി? ദൈവം പറഞ്ഞ വാക്ക് അതവിടെ നിൽക്കട്ടെ. ഇവരെന്ത് ചെയ്തു? സാറായും അബ്രാഹവും കൂടെ പദ്ധതിയിട്ടു, ഹാഗാറിൽ ഒരു കൊച്ചുണ്ടാവും. കാരണം പ്രായം കൂടിക്കൊണ്ടിരിക്കുക. എന്നിട്ട് അവര് ഹാഗാറിൽ ഒരു കുഞ്ഞുണ്ടാവാൻ ശ്രമിച്ചു. ആ കുഞ്ഞിന്റെ പേരേതാ? ഇസ്മായേൽ. ഇസ്മായേൽ. ദൈവം പറഞ്ഞ അബ്രാഹത്തോട്, അബ്രാഹമേ, സാറായിൽ നിനക്കൊരു കുഞ്ഞുണ്ടാകും. ദൈവം പറഞ്ഞ വാക്ക് മാറ്റി വെച്ചിട്ട് മനുഷ്യബുദ്ധിയിൽ അവർ ചിന്തിച്ച് അവർ കണ്ടെത്തി. ഓരോ കഥാപാത്രങ്ങളെ, ഓരോ വ്യക്തികളെടുത്ത് പഠിക്ക്. ഓരോരുത്തരും ബലഹീനതകളുടെ, പരാജയങ്ങളിലൂടെ കടന്നുപോയവരാണ്, അല്ലേ? നോഹയുടെ പ്രത്യേകത എന്താ?
പേടകം നിർമ്മിച്ചവനാ, വെള്ളപ്പൊക്കത്തെ അതിജീവിച്ചവനാണ്, വെള്ളപ്പൊക്കത്തെ അതിജീവിച്ചവൻ. എന്നാൽ വിശുദ്ധ ഗ്രന്ഥം വായിക്കുമ്പോൾ നല്ല രസകരമായൊരു കാര്യമുണ്ട്. വെള്ളപ്പൊക്കമൊക്കെ കഴിഞ്ഞപ്പോ, പെട്ടകം തീരത്തടുത്തപ്പോ ഈ നോഹ എന്ത് ചെയ്തു? നോഹ ഒരു കൃഷി ഇറക്കി. ഏത് കൃഷിയാ? മുന്തിരി കൃഷി. അതിനുശേഷം വചനത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്, ഈ മുന്തിരിച്ചെടിയിൽ നിന്ന് കിട്ടിയ മുന്തിരിച്ചാറ് വീഞ്ഞു കുടിച്ച് ഉന്മത്തനായി തുണി പോലും ഇല്ലാതെ വീട്ടുകാരുടെ മുമ്പിൽ കിടക്കുന്ന നോഹ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയാ. ദാവീദ് ദൈവസ്നേഹത്തെക്കുറിച്ച് ഇത്രയും മനോഹരമായിട്ട് മറ്റാരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ദൈവസ്നേഹത്തെക്കുറിച്ച് ഇത്രയും സുന്ദരമായിട്ട് മറ്റാരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? വിശുദ്ധ ഗ്രന്ഥം എടുത്ത് വായിച്ചു നോക്കി. ഇത്രത്തോളം ദൈവത്തോട് സ്നേഹബന്ധമുള്ള ഈ ദാവീദ് ബത്ശബ എന്ന് പറയുന്ന ഒരു സ്ത്രീ കുളിക്കുന്നത് കണ്ടു. പിന്നീട് ആ സ്ത്രീയുമായിട്ടുള്ള ബന്ധം ജീവിതത്തിൽ പാപം ചെയ്ത് കിട്ടിയ കൃപ മുഴുവൻ നഷ്ടപ്പെടുത്തി. ഞാനിത് പറയുമ്പോൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ ഓരോ വ്യക്തികളും, സാംസൺ അത്ര ശക്തനല്ലേ, അത്രമേൽ ശക്തൻ. എന്നിട്ട് എന്തു പറ്റി? ഒരു സ്ത്രീയുടെ മുമ്പിൽ തൻ്റെ ശക്തിയുടെ രഹസ്യം പറഞ്ഞുകൊടുത്ത് പിന്നീട് ജീവിതത്തിൽ മുഴുവൻ അഭിഷേകം നഷ്ടപ്പെടുത്തേണ്ടി വന്നവൻ. അങ്ങനെ തുടങ്ങി പഴയ നിയമത്തിൽ നമ്മൾ വായിക്കുന്ന കഥാപാത്രങ്ങളെല്ലാം തന്നെ അത്ര വലിയ കേമന്മാരൊന്നും അല്ലെന്ന്, കുറവുകളുള്ളവരാണ്. പുതിയ നിയമത്തിൽ നമ്മൾ ചിന്തിച്ച് ശിഷ്യന്മാർ 12 പേരെ തിരഞ്ഞെടുത്തു. ആരാ? പത്രോസ് ആരാ ചേച്ചി? പത്രോസ് ആരാ? മുക്കുവനാണ്. സ്വഭാവം എന്നതാ? ശാന്തശീലൻ. ആണോ? അല്ല. പത്രോസ് എടുത്തുചാട്ടക്കാരനാ. ഈ 12 ശിഷ്യന്മാരിൽ ആരാ മെച്ചം? ഉള്ളതിൽ മെച്ചം ആരാ? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ആരെയാ? 12 ശിഷ്യന്മാര്. പത്രോസ് കൊള്ളാവോ? ഇഷ്ടപ്പെട്ടോ? എടുത്തുചാട്ടക്കാരൻ. എല്ലാത്തിനും യെസ് എന്ന് മൂളും, ചെയ്യത്തുമില്ല അല്ലേ? ഞാൻ അങ്ങനെയൊന്നും ഇല്ല, പറഞ്ഞു തീരുന്നതിന് മുമ്പ് ചെയ്യേലെന്ന് പറഞ്ഞ കാര്യം ചെയ്തു അല്ലേ? ഗെത്സമേൻ തോട്ടത്തിൽ ഇതാ ഈശോയെ പിടിക്കാൻ വേണ്ടി പട്ടാളക്കാർ വരുമ്പോ പത്രോസ് എന്ത് ചെയ്തു? ദൈവമേ നിന്റെ ഹിതം നിറവേറട്ടെ അങ്ങനെ പറഞ്ഞിരുന്നോ? ഇല്ലെന്ന്. പത്രോസ് എന്ത് ചെയ്തു? വാളൂരി ഒരുത്തന്റെ ചെവി എങ്കിൽ ചെവി ഛേദിച്ചു. ഇതാണ് പത്രോസ്. മത്തായി ആരാ? മത്തായി ചുങ്കക്കാരൻ, ചുങ്കം പിരിക്കുന്നവൻ. ശിഷ്യന്മാരെ കുറിച്ച് വായിച്ചു നോക്ക്. അതിലൊരു തീവ്രവാദിയുണ്ട് അല്ലേ? ഒരു തീവ്രവാദി. അങ്ങനെ തുടങ്ങി ഓരോരുത്തരും. പൗലോസ്ലീഹ ആരാ? പൗലോസ്ലീഹ. ഇന്ന് നമ്മൾ വിശുദ്ധ പൗലോസ് എന്ന് വിളിക്കും. പൗലോസിന്റെ ആദ്യ പേരെന്താ? സാവൂൾ. ആരായിരുന്നു സാവൂൾ? ക്രിസ്ത്യാനികളെ പീഡിപ്പിച്ചുകൊണ്ടിരുന്നവൻ. എന്ന് പറഞ്ഞാൽ അഭിമാനിക്കാൻ വല്ലതുണ്ടോ? ഇല്ല. ബലഹീനതകളും കുറവുകളും അങ്ങേയറ്റം പോരായ്മകളുമുള്ള ഒരു പറ്റം മനുഷ്യരുടെ ചരിത്രമാണ് വിശുദ്ധ ഗ്രന്ഥം. എന്നാൽ ഈ ബലഹീനതകളെ, ഈ കുറവുകളെ ദൈവം രൂപപ്പെടുത്തി. അതുകൊണ്ടാണ് ഇന്ന് നമ്മൾ അവരെ വണങ്ങുന്നത്. പരിശുദ്ധ അൾത്താരകളിൽ വണങ്ങുന്ന വിശുദ്ധരുടെ ചരിത്രം എടുത്ത് പഠിക്ക്. കുറവുകളുള്ള, പോരായ്മകളുള്ള മനുഷ്യരാണ്. പക്ഷെ ദൈവം അവരെ രൂപപ്പെടുത്തി. ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തോണ്ടിരിക്കുന്ന ഓരോരുത്തരും ദൈവത്തിന്റെ ആത്മാവ് നിന്നോട് പഠിപ്പിക്കുന്ന കാര്യം, നിന്നെയും ദൈവം രൂപപ്പെടുത്തും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയാ. വലതുകരം ഉയർത്തിപ്പിടിച്ച്, നന്നായിട്ട് ഉയർത്തിപ്പിടിച്ച് ഒച്ചത്തിൽ പറഞ്ഞ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഇടതുകരം ഉയർത്തിപ്പിടിച്ച് ഒച്ചത്തിൽ പറഞ്ഞ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ദൈവം നിന്നെ രൂപപ്പെടുത്തും. നിന്റെ ജീവിതത്തിന് മാറ്റമുണ്ടാകും. നീ നശിച്ചു പോകാൻ ദൈവം അനുവദിക്കില്ല. ഈ കണ്ണീരിൽ ജീവിക്കാൻ ദൈവം അനുവദിക്കില്ല. എല്ലാ ദുരന്തങ്ങളെയും ദൈവം രൂപപ്പെടുത്തും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ഗ്രന്ഥം നൽകുന്ന ഉറപ്പാണത്.
ഏതൊരു ദുരന്തത്തെയും ദൈവം രൂപപ്പെടുത്തും. നിങ്ങൾക്ക് വായിച്ച് ധ്യാനിക്കാൻ 1-2 ഉദാഹരണം കൂടെ അങ്ങ് നൽകാം. പുതിയ നിയമത്തിൽ മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം, സെന്റ് മാർക്സ് ഗോസ്പൽ ചാപ്റ്റർ 5, 5-ാം അധ്യായത്തിന്റെ തുടക്കം മുതൽ നമ്മൾ കാണുന്ന ഒരു വ്യക്തിയുണ്ട്. അത് പൈശാചിക പീഡയുള്ള ഒരു വ്യക്തി. മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം 1-2 തിരുവചനം ഇങ്ങനെയാണ്: അവർ കടലിന്റെ മറുകരയിൽ ഗരസേനരുടെ നാട്ടിലെത്തി. അവൻ വഞ്ചിയിൽ നിന്ന് ഇറങ്ങിയ ഉടനെ അശുദ്ധാത്മാവ് ബാധിച്ച ഒരുവൻ ശവകുടീരങ്ങൾക്കിടയിൽ നിന്ന് എതിരെ വന്നു. കണ്ടോ, ശവകുടീരങ്ങൾക്കിടയിൽ ജീവിച്ചിരുന്നൊരുവൻ, ശവകുടീരങ്ങൾക്കിടയിൽ ജീവിച്ചിരുന്നൊരുവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതത്തിൽ സ്വബോധം നഷ്ടപ്പെട്ട ഒരുവൻ. എന്നാൽ ബൈബിൾ വചനം വായിച്ചു വരുമ്പോൾ 5-ാം അധ്യായം 15-ാം തിരുവചനത്തിലേക്ക് എത്തുമ്പോൾ നമ്മൾ ഇങ്ങനെ വായിക്കും: അവർ യേശുവിൻ്റെ അടുത്തെത്തി ലെഗിയോൺ ആവേശിച്ചിരുന്ന പിശാചു ബാധിതൻ വസ്ത്രം ധരിച്ച് സുബോധത്തോടെ അവിടെ ഇരിക്കുന്നത് കണ്ടു. കണ്ടോ, രൂപപ്പെടുത്തു ദൈവം, രൂപപ്പെടുത്തു ദൈവം. പൈശാചിക പീഡയിൽ കഴിഞ്ഞിരുന്ന ഒരുവൻ, അവന്റെ ജീവിതത്തെ സുബോധത്തിലേക്ക് ദൈവം നയിച്ചു, രൂപപ്പെടുത്തി പുതുക്കിപ്പണിയും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ നമുക്കൊക്കെ വളരെ പരിചിതമായിട്ടുള്ള സമരിയാക്കാരി എടുത്ത് വായിച്ചു നോക്കിക്കേ. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ യേശുവും സമരിയാക്കാരിയും തമ്മിലുള്ള ചർച്ച. സമരിയാക്കാരി ഈശോയുടെ ആദ്യമൊക്കെ സംസാരിക്കുന്ന രീതി, എന്നാൽ വായിച്ചു മുന്നോട്ട് നീങ്ങുമ്പോൾ വളരെ സുന്ദരമായൊരു വചനം, 4-ാം അധ്യായം 39-ാം തിരുവചനം: ഞാൻ ചെയ്തതെല്ലാം അവൻ എന്നോട് പറഞ്ഞു എന്ന ആ സ്ത്രീയുടെ സാക്ഷ്യം മൂലം പട്ടണത്തിലെ സമരിയാക്കാരിൽ അനേകർ അവനിൽ വിശ്വസിച്ചു. കണ്ടോ, സമരിയാക്കാരി യേശുവിൽ ഒട്ടും വിശ്വാസമില്ലായിരുന്നു, എന്നാൽ ജീവിതം വഴിമാറി അവളൊരു സാക്ഷിയായിട്ട് മാറി. വിശുദ്ധ ഗ്രന്ഥം പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ പാഠം, ജീവിതത്തെ ദൈവം രൂപപ്പെടുത്തും. എത്ര തകർച്ചയിൽ കഴിയുന്ന വ്യക്തിയായിക്കൊള്ളട്ടെ, നിനക്ക് വിശ്വസിക്കാൻ തയ്യാറാണെങ്കിൽ നിന്റെ ജീവിതത്തിൽ ദൈവം ഇടപെടുന്ന നിന്റെ കൺവെട്ടത്ത് കാണും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. 2 കരങ്ങൾ ഉയർത്തിപ്പിടിച്ചേ, നന്നായിട്ട് ഉയർത്തിപ്പിടിച്ചേ. കണ്ണടച്ചോ. നിന്റെ ജീവിതത്തിൽ ഇന്ന് കടന്നു പോകുന്ന തകർച്ച കർത്താവ് ഇടപെടാനുള്ളൊരു അവസരമായിട്ട് വിശ്വസിക്കുക. ദൈവം എന്നിൽ ഇടപെടാനുള്ളൊരു അവസരമാണ്. ഈ തകർച്ച ഒരവസാനമല്ല. എൻ്റെ വീട്ടിലുണ്ടായ ഈ മരണം ഒരവസാനമല്ല. എൻ്റെ വീട്ടിലുണ്ടാവുന്ന രോഗം ഒരവസാനമല്ല. ഇന്നത്തെ ഈ പ്രശ്നങ്ങൾ ഒരവസാനമല്ല, മറിച്ച് അതെന്നെ രൂപപ്പെടുത്തുകയാണ്, എൻ്റെ ആത്മീയ ജീവിതത്തെ ബലപ്പെടുത്തുകയാണ്. ഞാൻ എന്നും ഇങ്ങനെ കരഞ്ഞ് ജീവിക്കേണ്ട ഒരു വ്യക്തിയല്ല. അടുത്ത ജീവിത വഴികൾ ദൈവം തുറക്കും, അടഞ്ഞ വഴികൾ ദൈവം തുറക്കും, ദൈവം രൂപപ്പെടുത്തും. കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി എല്ലാവരും ഒന്ന് സ്തുതിച്ചൊന്ന് പ്രാർത്ഥിക്കട്ടെ. നിന്റെ ജീവിതത്തിന്റെ ഭാരത്തെ സമർപ്പിച്ചൊന്ന് സ്തുതിക്കട്ടെ. നിങ്ങളുടെ ഏത് വിഷയമാണോ ആ വിഷയത്തെ സമർപ്പിച്ചൊന്ന് സ്തുതിക്കട്ടെ. കൈകൾ ഉയർത്തി എല്ലാവരും നന്നായിട്ടൊന്ന് സ്തുതിച്ചേ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ദൈവമേ, വിശ്വസിക്കുന്നു, ഏറ്റെടുക്കുന്ന കർത്താവേ, എൻ്റെ കുടുംബത്തിൽ സംഭവിക്കട്ടെ, എൻ്റെ കുടുംബത്തിൽ സംഭവിക്കട്ടെ. കർത്താവേ, ഈ വിഷയത്തിൽ ഇടപെടണമേ, ഈ വിഷയത്തിൽ ഇടപെടണമേ. ആരാധന, ആരാധന, ആരാധന. ഓ ദൈവത്തിൻ്റെ ആത്മാവ് എൻ്റെ കുടുംബത്തിൽ ഇടപെടണമേ. അത്ഭുതകരമായ ദൈവശക്തി എൻ്റെ കുടുംബത്തിൽ സംഭവിക്കട്ടെ, എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ സംഭവിക്കട്ടെ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. യേശുവേ, ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയാ. സ്വർഗ്ഗത്തിൽ പറഞ്ഞ ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ദൈവം എന്നെ പുതുക്കി പണിയും. ഒച്ചത്തിൽ പറഞ്ഞേ, ദൈവം എന്നെ പുതുക്കി പണിയും. എന്നെ പുതുക്കി പണിയുന്ന ദൈവം നിന്നെയും പുതുക്കി പണിയും. അടുത്തിരിക്കുന്നവരോട് പറഞ്ഞേ, എന്നെ പുതുക്കി പണിയുന്ന ദൈവം നിന്നെയും പുതുക്കി പണിയും. ഹല്ലേലൂയാ. എത്ര പ്രായമുള്ള വ്യക്തിയാണെങ്കിലും കേട്ടോ. ഇവിടെ ഇരിക്കുന്ന ചിലർ ചിന്തിക്കും, പ്രായമായി ഇനി എന്നാ പുതുക്കി പണിയാനാ അല്ലേ? ഓ ഇനി എന്നതാ? ചിലരുടെയൊക്കെ ഇരിപ്പ് അങ്ങനെയാ. ഇനി എന്നതാ, ഇനി എന്താണ്, ഇങ്ങനെയൊക്കെ ആയി. ഓ ഇനി അങ്ങനെ ജീവിച്ചേക്കാന്നേ. അങ്ങനെയല്ല. നിനക്ക് എത്ര പ്രായമുണ്ടെങ്കിലും, എത്ര വലിയ കുഴിക്കകത്താണെങ്കിലും,
ഇനി രക്ഷയില്ല. മുമ്പോട്ട് നോക്കുമ്പോൾ മൊത്തം ഇരുട്ടാണ് കാണുന്നതെങ്കിലും ദേ വരണ്ട അസ്ഥി ഒരിക്കലും ജീവൻ പ്രാപിക്കാൻ സാധ്യതയില്ലാത്ത കാര്യം. പക്ഷേ ദൈവത്തിൻ്റെ ആത്മാവ് പ്രവേശിച്ചാൽ ഒരിക്കലും സാധ്യതയില്ലാത്ത സ്ഥലത്ത് സാധ്യതകൾ ഉണ്ടാകും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. കഴിഞ്ഞ ആഴ്ചയിൽ, കഴിഞ്ഞ മുമ്പിലത്തെ ആഴ്ചയിൽ നമ്മുടെ ധ്യാനത്തിന് താമസിച്ചുള്ള ധ്യാനത്തിന് വന്ന ചെറുപ്പക്കാരൻ, അവൻ വന്ന ദിവസത്തിൽ ഭയങ്കര കരച്ചില്. അവൻ എന്നോട് പറഞ്ഞു, അച്ഛാ ഇതെൻ്റെ അവസാനത്തെ ഒരു പ്രാർത്ഥനാ ശുശ്രൂഷയാണ്. ഞാൻ ചോദിച്ചത്, നീ എങ്ങനെ പറയണേ? എൻ്റെ അച്ഛാ, ഞാനൊരു ജോലിക്കാരിയുമായിട്ട് ജോലിക്കാരിയുമായിട്ട് നടക്കാൻ തുടങ്ങിയിട്ട് ജോലി കിട്ടാൻ വേണ്ടി കുറേ നാളായി. ഇൻ്റർവ്യൂ എല്ലാം ശരിയായി അവസാനം എത്തുമ്പോൾ നഷ്ടപ്പെട്ടു. ഈ ചെറുക്കൻ മിടുക്കനാണ്, ക്വാളിഫൈഡ് ആണ്, എല്ലാം റെഡിയാണ്. പക്ഷേ അവനൊരു ജോലി സ്ഥിരമായിട്ട് കിട്ടുന്നില്ല. ഇനി എന്ത് ചെയ്യും? അവൻ അറിഞ്ഞുകൂടാ ഇനി എന്താ ചെയ്യണ്ടേ. അങ്ങനെ ആരോ പറഞ്ഞു കേട്ട് നമ്മുടെ ധ്യാനത്തിന് വന്ന് ഒന്നാം ദിവസം അവൻ കരഞ്ഞുകൊണ്ട് പറയുക, ഇതെൻ്റെ അവസാനത്തെ ശ്രമമാണ്. ഞാൻ ഈ ധ്യാനം ഇവിടെ കൂടാൻ വന്നത് ഇതെൻ്റെ അവസാനത്തെ ശ്രമമാണ്. ഇനി ഞാൻ ഒരു ധ്യാനത്തിനോ പ്രാർത്ഥനയ്ക്കൊന്നും പോവില്ല. കാരണം കുറേ നാളായി എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മ ഭയങ്കര പ്രാർത്ഥനയാച്ചാ ഞാൻ രക്ഷപ്പെട്ട് കാണണമെന്നുള്ളത് അമ്മയുടെ ആഗ്രഹം. ഞാനും പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷേ അവസാനം എത്തുമ്പോൾ അങ്ങ് കയ്യിൽ നിന്ന് പോകും. അവസാനം എത്തുമ്പോൾ, ഇൻ്റർവ്യൂവിൻ്റെ അവസാനം എത്തുമ്പോൾ പോകും. ബാക്കി എല്ലാം ഓക്കെയാ. എന്നാ ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ. ഇനി മുട്ടാൻ ഒരു വാതിലുമില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ മകന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു, ഇത് നിന്നെ സംബന്ധിച്ചിടത്തോളം അവസാനത്തെ ഒരു ധ്യാനമാണ്. പക്ഷേ നീ ഓർത്തോ, ഇത് നിന്റെ ജീവിതത്തിൽ പുതുക്കി പണിയുന്നൊരു ധ്യാനമാണ്. ഇത് നിന്റെ ജീവിതത്തെ പുതുക്കി പണിയുന്നൊരു ധ്യാനമാണ്. അപ്പോൾ അവൻ എന്നോട് ചോദിച്ചു, അതെങ്ങനെ? ഞാൻ പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിന്നെ പഠിപ്പിക്കും. നീ ഇപ്പം ജോലിയെക്കുറിച്ചൊന്നും ആശങ്കപ്പെടണ്ട. നീ ധ്യാനത്തിൽ പങ്കെടുത്ത് നന്നായിട്ട് കുമ്പസാരിച്ച് പ്രാർത്ഥിക്ക്. കർത്താവ് നിന്റെ മേൽ ഇടപെടും. എൻ്റെ പ്രിയപ്പെട്ടവരെ, കുമ്പസാരത്തിന് ദിവസം ഇവൻ എന്നെ കണ്ടിട്ട് പറഞ്ഞു, അച്ഛാ ഞാൻ ഈ ആലയത്തിൽ വന്നത് എൻ്റെ ജോലിക്കാര്യവുമായിട്ട് ബന്ധപ്പെട്ടാണ്. പക്ഷേ അതിലും പ്രധാനപ്പെട്ട കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടെന്ന് എനിക്കിന്ന് മനസ്സിലായി. നന്നായി ഞാനിന്ന് എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് എൻ്റെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് കുമ്പസാരിച്ചു. ഞാൻ വിചാരിച്ചു ഞാൻ എല്ലാം ഓക്കെയാണെന്ന്. പക്ഷേ ഈശോയുടെ മുമ്പിലിരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ മനസ്സിലായി എന്നിൽ ഒത്തിരിയേറെ കുറവുകളുണ്ട്. ഞാൻ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ടെന്ന് ഞാൻ നന്നായി ഇന്ന് കുമ്പസാരിച്ചു. എൻ്റെ ഉള്ളിൽ വല്ലാത്ത ആനന്ദം. ആ മകനോട് പറഞ്ഞു കൊടുത്ത വചനം യേശയ്യയുടെ പുസ്തകം 22-ാം അധ്യായം 22-ാം തിരുവചനം. ഏതാ വചനം? കാണാതെ അറിയാവുന്നവരുണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് കൈപൊക്കിക്കേ. യേശയ്യയുടെ പുസ്തകം 22 ഒച്ചത്തി പറഞ്ഞേ. ദാവീദ് ഭവനത്തിന്റെ താക്കോൽ അവന്റെ തോളിൽ ഞാൻ വെച്ചു കൊടുക്കും. അവൻ തുറന്നാൽ വേറെ ആർക്കും അടയ്ക്കാൻ പറ്റില്ല. അവൻ അടച്ചാൽ വേറെ ആർക്കും തുറക്കാനും പറ്റില്ല. എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതത്തിൽ ഇനി വഴിമുട്ടി മുമ്പോട്ട് പോകാൻ പറ്റില്ല, രക്ഷയില്ല എന്ന് കരുതി ഇങ്ങനെ നിൽക്കുവാണെങ്കിൽ ഈ വചനത്തെ ഇന്ന് നീ വിശ്വസിച്ച് ഏറ്റു പറഞ്ഞോ, സംഭവിക്കും. അവൻ തുറന്നാൽ, ആരായി അവൻ? യേശു തുറന്നാൽ വേറെ ആർക്കും അടയ്ക്കാൻ പറ്റില്ല. ഒരു ചേട്ടൻ പ്രാർത്ഥിക്കാൻ വന്നപ്പോൾ പറഞ്ഞത് ഇങ്ങനെയാണ്, എൻ്റെ പ്രമോഷൻ അച്ഛാ എൻ്റെ കൂട്ടത്തിലുള്ള ഒരു പിടിച്ചു വെച്ചിരിക്കുക. എൻ്റെ ജോലിയിൽ എനിക്കൊരു പ്രമോഷൻ കിട്ടുന്നില്ല. കാരണം അവരെല്ലാവരും കൂടെ അത് പിടിച്ചു വെച്ചിരിക്കുക. അവർ കാരണം എനിക്കൊരു വളർച്ചയില്ല. ഇങ്ങോട്ട് നോക്കിക്കേ, നിന്റെ വളർച്ച തീരുമാനിക്കുന്ന നാട്ടുകാരല്ലെന്ന്, നിന്റെ വളർച്ച തീരുമാനിക്കുന്നത് കൂടെ ജോലി ചെയ്യുന്നവരല്ലെന്ന്. ആരാ വളർച്ച തീരുമാനിക്കുന്നത്? തമ്പുരാൻ കർത്താവ. യേശു തുറന്നാൽ വേറെ ആർക്കും അടയ്ക്കാൻ പറ്റില്ല. അവർക്ക് വേണമെങ്കിൽ പേടിപ്പിക്കാൻ, നിന്നെ ശല്യപ്പെടുത്താൻ, നിന്നെ ചൊറിയാം. പക്ഷേ നിന്നെ ഒരിക്കലും നിന്റെ വളർച്ചയെ തടയാൻ പറ്റില്ല. കാരണം അടിസ്ഥാനപരമായി നിന്റെ വളർച്ച തീരുമാനിക്കുന്ന ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. 24 മണിക്കൂർ ആ ചേട്ടൻ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന അവരെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നിനക്ക് അതിന് സമയമുള്ളൂ. നീ അവരെക്കുറിച്ചല്ല ചിന്തിക്കേണ്ടത്, മറിച്ച് നിനക്ക് വളർച്ച നൽകുന്ന ദൈവം, നിന്നെ ഉയർത്തുന്ന ദൈവം ഈ ഭൂമിയിലുണ്ട്.
ആ ദൈവത്തെ വിളിച്ചു പ്രാർത്ഥിക്കാനുള്ള അവസരമാണ്. നീ ഒരു പ്രതിസന്ധി നിന്നെ രൂപപ്പെടുത്തും. രക്ഷയില്ല എന്ന് കരുതുന്നിടത്ത് കർത്താവ് പുതുക്കി പണിയും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഈ അവസ്ഥയ്ക്ക് മാറ്റമുണ്ടാകും. ഈ അവസ്ഥയ്ക്ക് മാറ്റമുണ്ടാകും. അടുത്തിരിക്കുന്നവരോട് പറഞ്ഞുകൊട്, ഈ അവസ്ഥയ്ക്ക് മാറ്റമുണ്ടാകും. ആ കൈ കൊടുത്തോണ്ട് പറ, ഉറപ്പിച്ച് പറ, ഈ അവസ്ഥയ്ക്ക് മാറ്റമുണ്ടാകും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയാ. കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് നിങ്ങൾ പ്രാർത്ഥിച്ചതാണോ ഇന്നത്തെ നിങ്ങളുടെ പ്രാർത്ഥന? അല്ലെന്ന്. മാറും. ഈ അവസ്ഥയ്ക്ക് മാറ്റമുണ്ടാകും. എത്ര വലിയ ദുരന്തമാണെങ്കിലും ആ ദുരന്തത്തെയും ദൈവം രൂപപ്പെടുത്തും. ഉറപ്പ്. സാധാരണഗതിയിൽ നമുക്ക് ചില തടസ്സങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ പറയുന്നത് ഡിസപ്പോയിന്റഡ് ആയിപ്പോയി, ഡിസപ്പോയിന്റഡ്. എന്നാൽ വിശുദ്ധ ഗ്രന്ഥം പഠിപ്പിക്കുന്ന കാര്യം എന്നാണെന്നറിയോ? എവ്രി ഡിസപ്പോയിന്റ്മെന്റ് ഇറ്റ് ഈസ് ഹിസ് അപ്പോയിന്റ്മെന്റ് എന്നാ പറയണേ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അർത്ഥം? ഇറ്റ് ഈസ് ഹിസ് അപ്പോയിന്റ്മെന്റ്. ദൈവത്തിന്റെ അപ്പോയിന്റ്മെന്റ് ആണ്. ഈ ദുരന്തം, ഈ ദുഃഖം, ഈ ഭാരം അത് ദൈവം ഇടപെടുന്ന ഒരു അവസരമായിട്ട് കണക്കാക്കണം. അല്ലാതെ അതിനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടും ദുഃഖിച്ചും ചോദ്യം ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നീ അങ്ങനെ ഇരിക്കൂ. അങ്ങനെ ഇരിക്കൂ. അങ്ങനെ ഇരിക്കാനല്ല ദൈവം നിന്നെയും എന്നെയും സൃഷ്ടിച്ചത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയാ. ഈ ഒരു ദുരന്തത്തില്, ഈ ഒരു ദുഃഖത്തില്, ഈ ഒരു വിഷയത്തില് ദൈവം ഇടപെടും. അതുകൊണ്ട് ദൈവത്തോടാണ് നീ ബന്ധം നിലനിർത്തേണ്ടത്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണ് എസെക്കിയേലിന്റെ പ്രവചനത്തിൽ നമ്മൾ വായിച്ചു പോകുമ്പോൾ, മനുഷ്യപുത്ര, ഈ വരണ്ട് ഉണങ്ങിയ അസ്ഥികൾക്ക് ജീവൻ പ്രാപിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് പറയുന്നത് എന്താ? നിനക്കറിയാമല്ലോ. പിന്നീട് വായിച്ചു പോകുമ്പോൾ സുന്ദരമായി നമ്മളെ പഠിപ്പിക്കുന്ന ഒരു സത്യമുണ്ട്. അതിന്റെ 7-ാം തിരുവചനം വായിച്ചേ. 7-ാം തിരുവചനം, ബുക്ക് ഓഫ് എസെക്കിയേൽ ചാപ്റ്റർ 37 വേഴ്സ് 7, 37-ാം അധ്യായം 7-ാം തിരുവചനം. എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ പ്രവചിച്ചു. ഞാൻ പ്രവചിച്ചപ്പോൾ ഒരു ശബ്ദമുണ്ടായി. ഒരു കിരികിരാ ശബ്ദം. വേർപെട്ടുപോയ അസ്ഥികൾ തമ്മിൽ ചേരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയാ. ഒരു കിരികിരാ ശബ്ദം. വേർപെട്ടുപോയ അസ്ഥികൾ വീണ്ടും ചേർക്കുന്നു. അടുത്ത വചനം. ഞാൻ നോക്കിയപ്പോൾ ഞരമ്പും മാംസവും അവയുടെ മേൽ വന്നിരുന്നു. എവയുടെ മേൽ? ഉണങ്ങി വരണ്ട അസ്ഥിയുടെ മേൽ എന്തു വന്നിരിക്കുന്നു? ഞരമ്പും മാംസവും അവയുടെ മേൽ വന്നിരുന്നു. എന്നിട്ട് അടുത്തത്, ചർമ്മം അവയെ പൊതിഞ്ഞിരുന്നു. എന്നാൽ അവയ്ക്ക് പ്രാണൻ ഉണ്ടായിരുന്നില്ല. അവിടുന്ന് എന്നോട് അരുളി ചെയ്തു, മനുഷ്യപുത്ര, ജീവശ്വാസത്തോട് പ്രവചിക്കുക. മനുഷ്യപുത്ര, ജീവശ്വാസത്തോട് പറയുക. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ജീവശ്വാസമേ, നീ 4 വായു ദിക്കുകളിൽ നിന്ന് വന്ന് ഈ നിഹിതന്മാരുടെ മേൽ വീശുക. അവർക്ക് ജീവനുണ്ടാകട്ടെ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഞരമ്പ് വെച്ച് പിടിപ്പിക്കപ്പെട്ടു, മാംസം വെച്ച് പിടിപ്പിക്കപ്പെട്ടു, ജീവനുണ്ടായില്ല. ദൈവത്തിന്റെ ആത്മാവ് പറയാണ്, ദേ ജീവശ്വാസത്തോട് പ്രവചിക്കുക. കാറ്റ് വീശട്ടെ. വിശുദ്ധ ഗ്രന്ഥത്തിൽ അതിനെ കൃത്യം വാക്ക് കൊടുത്തിരിക്കുന്നത് റൂവാഹ് എന്നാണ്. റൂവാഹ് ഒന്ന് പറഞ്ഞേ. റൂവാഹ് ഹീബ്രു വേർഡാണ്. പരിശുദ്ധാത്മാവിനെ ഓർമ്മപ്പെടുത്തുന്ന വചനം റൂവാഹ്, ജീവശ്വാസം. ദൈവത്തിന്റെ കാറ്റ്, ദൈവത്തിന്റെ ചൈതന്യം, ദൈവത്തിന്റെ ശക്തി. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവ് വീശട്ടെ എന്ന് അടുത്ത വചനം വായിച്ച 10-ാം വചനം. അവിടുന്ന് കൽപ്പിച്ചതുപോലെ ഞാൻ പ്രവചിച്ചു. അപ്പോൾ ജീവശ്വാസം അവരിൽ പ്രവേശിച്ചു. അവർ ജീവൻ പ്രാപിച്ചു. വളരെ വലിയ ഒരു സൈന്യം പോലെ അവർ എഴുന്നേറ്റ് നിന്നു. ഹല്ലേലൂയാ. ആരെഴുന്നേറ്റ് നിന്നു? പറയ്, ആരെഴുന്നേറ്റ് നിന്നു? ആരെഴുന്നേറ്റ് നിന്നു? സുജാത ചേച്ചി. വരണ്ട അസ്ഥി എഴുന്നേറ്റ് നിന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയാ. അവ എങ്ങനെ എഴുന്നേറ്റ് നിന്നു? വെറുതെ എഴുന്നേറ്റ് നിന്നാണോ? ഇവിടെ ഇരിക്കുന്ന ചിലരിയ്ക്കുന്ന പോലെയാണോ? അല്ലെന്ന്. എങ്ങനെ? വളരെ വലിയ ഒരു സൈന്യം പോലെ
സൈന്യം പട്ടാളക്കാർ നിൽക്കണ പോലെ അങ്ങോട്ട് നിന്നു. പട്ടാളക്കാരൊക്കെ എങ്ങനെ നിൽക്കണേ? പട്ടാളക്കാർ എങ്ങനെ നിൽക്കണേ? എല്ലാവരും ഒന്ന് ചാടി എഴുന്നേറ്റ് ഒന്ന് പട്ടാളക്കാർ നിൽക്കുന്ന പോലെ നിന്നേ. എഴുന്നേക്കാൻ തന്നെ പറ്റണില്ല, പിന്നെയാണ് പട്ടാളക്കാരെ പോലെ നിൽക്കാൻ. സൈന്യം പോലെ അവരെഴുന്നേറ്റു അല്ലേ? ഒരു സൈന്യം പോലെ നിവർന്ന് ഉറച്ചു നിൽക്കണം. പ്രൈസ് ദി ലോർഡ്. അല്ലാതെ ഉണങ്ങി വരണ്ട് തളർന്ന് മരവിച്ച് ചിലരെ കണ്ടിട്ടില്ലേ? ജീവിക്കണോ? മരിക്കണോ? മുമ്പോട്ട് പോകണോ? അല്ലേ? ഒന്നിനോടൊരു താല്പര്യമില്ല. ജീവിച്ചാൽ കൊള്ളാം, ജീവിച്ചില്ലേലും കൊള്ളാം, കിട്ടിയാൽ കൊള്ളാം, കിട്ടിയില്ലേലും കൊള്ളാം. നേരം വെളുക്കുമ്പോൾ എഴുന്നേൽക്കുമ്പം തന്നെ ഒന്നിനോടൊരു പ്രത്യാശയില്ല. അങ്ങനെ ജീവിക്കാനല്ല ദൈവം നിന്നെയും എന്നെയും വിളിച്ചിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. പിന്നെ എങ്ങനെ ജീവിക്കാൻ? എങ്ങനെ ജീവിക്കാൻ? ഒരു സൈന്യം പോലെ ജീവിക്കാൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ധൈര്യത്തോടെ ജീവിക്കാൻ. എങ്ങനെ ജീവിക്കാൻ? ഉണർവോടുകൂടെ ജീവിക്കാൻ. എങ്ങനെ ജീവിക്കാൻ? ഉണർവോടുകൂടെ ജീവിക്കാൻ. വലത് ഇടത് നിൽക്കുന്നവർക്കൊന്ന് കൈ കൊടുത്തോണ്ട് പറഞ്ഞ് ഉണർവോടുകൂടെ ജീവിക്കണം. പറഞ്ഞോട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നീ ഇന്ന് അനുഭവിക്കുന്ന അഭിമുഖീകരിക്കുന്ന പ്രശ്നം എത്ര ആഴമുള്ളതാണെങ്കിലും, എത്ര കൈപ്പേറിയതാണെങ്കിലും, എത്ര വലിയ ദുരന്തമാണെങ്കിലും ദൈവം അതിനെ രൂപപ്പെടുത്തും. ഉറപ്പ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വിശ്വസിക്കുന്നുണ്ടോ? ഉണ്ടോ? ഉള്ളവർ നന്നായിട്ട് കൈയടിച്ച് ഈശോയ്ക്ക് നന്ദി പറഞ്ഞ്. വിശ്വസിക്കുന്നവര് ഇങ്ങനെ പോരാ. ഉണങ്ങി വരേണ്ട അസ്ഥികളുടേതല്ല, ഒരു സൈന്യം പോലെ കരങ്ങൾ ഉയർത്തി കൈയടിച്ച്, കരങ്ങൾ ഉയർത്തി കൈയടിച്ച്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇനി നിന്റെ ജീവിതത്തിൽ നീ ഇത് വിശ്വസിച്ചോണം. പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചാൽ ഉണങ്ങി വരേണ്ട അസ്ഥികൾക്ക് ജീവൻ പ്രാപിക്കും. ഞാൻ ആദ്യം പറഞ്ഞില്ലേ, ഒരു ഭാര്യ വന്നുള്ള സങ്കടപ്പറച്ചില്, അച്ഛാ ഭർത്താവിനെ സ്നേഹിക്കാൻ തോന്നുന്നില്ല അച്ഛാ, വല്ലാത്ത മരവിപ്പാണ്, ഉണങ്ങി വരേണ്ട അവസ്ഥ. ആ സഹോദരിയോട് പറഞ്ഞു, സഹോദരി പ്രാർത്ഥിക്കുവോ? എന്നാ പ്രാർത്ഥിക്കാനാച്ചാ? പ്രാർത്ഥിക്കാൻ തോന്നുന്നില്ല. സഹോദരി ഇപ്പൊ മുതൽ പരിശുദ്ധാത്മാവിനെ കൂട്ടിന് പിടിച്ചോ, ഭർത്താവിൻ്റെ മേൽ പരിശുദ്ധാത്മാവിൻ്റെ കാറ്റടിക്കട്ടെ എന്ന് പ്രാർത്ഥിക്ക്. ആദ്യമൊന്നും ആ സഹോദരിക്ക് കാര്യത്തിൻ്റെ ഗൗരവം മനസ്സിലായില്ല. ഇരുന്ന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞപ്പോൾ ആ സഹോദരി പറഞ്ഞു, അച്ഛാ ദാ ഇന്ന് മുതൽ, ഈ സമയം മുതൽ ഞാൻ പ്രാർത്ഥിക്കും, എൻ്റെ ഭർത്താവിൻ്റെ മേൽ പരിശുദ്ധാത്മാവിൻ്റെ കാറ്റടിക്കട്ടെ, പരിശുദ്ധാത്മാവിൻ്റെ ജീവശ്വാസം വീശട്ടെ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ വിശ്വസിക്കുമെന്ന് അറിഞ്ഞുകൂടാ. 2 ദിവസങ്ങൾക്ക് മുമ്പ് ആ സഹോദരി വിളിച്ചു പറഞ്ഞു, നാളുകൾക്ക് ശേഷം എൻ്റെ ഭർത്താവിൻ്റെ മുമ്പിൽ സ്നേഹത്തോടെ പെരുമാറാൻ എനിക്ക് പറ്റി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 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 ഞാനൊരു വൈദികനെ കുറിച്ച് പറഞ്ഞു, എൻ്റെ സുഹൃത്താണ്. വല്ലാത്ത മരവിപ്പ്, സഭയിലൊക്കെ ഉണ്ടാവുന്ന പ്രശ്നങ്ങളെ ഓർത്തിട്ട് വല്ലാത്ത മരവിപ്പ്. ഞങ്ങൾ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ ഞങ്ങൾക്ക് കിട്ടി. ഇനി എന്താ ഇപ്പം ചെയ്യുക? പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കുക. എൻ്റെ പ്രിയപ്പെട്ടവരെ, നല്ല മിടുക്കനായിട്ട് ആ വൈദികൻ നല്ല ഉണർവോടുകൂടെ ശുശ്രൂഷ ചെയ്യുന്നു. പരിശുദ്ധാത്മാവിനെ കുറിച്ച് ഈ നാളുകളിൽ ആ വൈദികൻ ഒത്തിരി ക്ലാസ്സുകൾ എടുക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഉണങ്ങി വരണ്ട അനുഭവം അതേത് മേഖലയിലാണെങ്കിലും ശുശ്രൂഷകർക്കുണ്ടാവും, മധ്യസ്ഥ പ്രാർത്ഥനക്കാർക്കുണ്ടാവും, കൗൺസിലേഴ്സിനുണ്ടാവും, ആദ്യമായിട്ട് വന്നിട്ടുള്ളവർക്കുണ്ടാവും, കുടുംബ പ്രാർത്ഥന നിന്നുപോയവരുണ്ടാവും. ഇപ്പോൾ നീ വിശ്വസിച്ചോ, എൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ ഞാൻ അനുഭവിക്കുന്ന ദുഃഖം, ഭാരം മാറാൻ ഞാൻ ചെയ്യേണ്ട കാര്യം ആത്മീയമായ ഉണർവ്. പരിശുദ്ധാത്മാവിനെ വിളിക്കണം. ആലോചിച്ചിരുന്നാൽ, ചോദ്യം ചോദിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ, കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നാൽ അതിനേ സമയമുള്ളൂ. ആത്മീയ ഉണർവ്, പരിശുദ്ധാത്മാവിൻ്റെ നിറവ്. 2 കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് കണ്ണടച്ച്, അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും നോക്കണ്ട, നന്നായിട്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ചോ, കണ്ണടച്ചോ. ഇന്ന് നീ അനുഭവിക്കുന്ന ദുഃഖം, ദുരന്തം, ഭാരം, അത് ചിലപ്പോൾ ചില വ്യക്തികളെ കുറിച്ചാവും, ചില സംഭവങ്ങളെ കുറിച്ചാവും, നിങ്ങളുടെ മകനെ കുറിച്ചാവും, മകളെ കുറിച്ചാവും, ജീവിത പങ്കാളിയെ കുറിച്ചാവും, സഹോദരങ്ങളെ കുറിച്ചാവും, സ്ഥലത്തെ കുറിച്ചാവും, വീടിനെ കുറിച്ചാവും, ജോലിയെ കുറിച്ചാവും, നിങ്ങളുടെ ഇടവകയെ കുറിച്ചാവും. ആയിക്കൊള്ളട്ടെ,
ഏത് വിഷയവും കർത്താവിൻ്റെ കൃപയിൽ അത് രൂപാന്തരീകരിക്കപ്പെടും. രണ്ട് കരങ്ങളും നന്നായിട്ട് നിവർത്തി ഉയർത്തിപ്പിടിച്ചോ. നമ്മൾ വിശ്വസിക്കണം, എനിക്കവയെ രൂപാന്തരീകരിക്കാൻ പറ്റില്ല, പക്ഷേ ദൈവത്തിൻ്റെ ആത്മാവ് കടന്നു വന്നാൽ രൂപപ്പെടും. അടഞ്ഞ വഴികൾ തുറക്കപ്പെടും. യെശയ്യായുടെ പുസ്തകം 45-ാം അധ്യായം 2-3 തിരുവചനം. അവൻ മലകൾ നിരപ്പാക്കും, പിച്ചളവാതിലുകൾ തകർക്കും, ഇരുമ്പോടാമ്പലുകൾ ഒടിക്കും. നീ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ കരങ്ങൾ ഉയർത്തി നീ പ്രാർത്ഥിച്ചോ. കരങ്ങൾ ഉയർത്തി നീ പ്രാർത്ഥിച്ചോ. ഹബക്കൂക്ക് പ്രവചനം 1-ാം അധ്യായം 5-ാം തിരുവചനം. ഇതാ ദൈവത്തിൻ്റെ ശക്തി ഈ സമയത്ത് നിന്റെ ബുദ്ധിക്ക് മനസ്സിലാക്കാൻ പറ്റാത്തൊരു കാര്യം നിന്റെ മേൽ സംഭവിക്കും, നിന്റെ മേൽ സംഭവിക്കും. കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് പരിശുദ്ധാത്മാവേ എന്ന് വിളിക്കുന്ന സമയം, ഓൺലൈൻ ശുശ്രൂഷയിലൊക്കെ പങ്കെടുക്കുന്നവര് നിങ്ങളായിരിക്കുന്നിടങ്ങളിൽ പരിശുദ്ധാത്മാവിനെ വിളിച്ച് പ്രാർത്ഥിക്ക്. പരിശുദ്ധാത്മാവേ ഒരു കാറ്റടിക്കട്ടെ, പരിശുദ്ധാത്മാവേ തീ കത്തുന്ന അനുഭവം ഈ സമയത്ത് സംഭവിക്കട്ടെ. ഉണങ്ങിയ അസ്ഥികൾക്ക് ജീവൻ കിട്ടിയതുപോലെ എൻ്റെ ശരീരം, എൻ്റെ മനസ്സ്, എൻ്റെ ആത്മാവ്, എൻ്റെ കുടുംബം, ജീവിത വഴികളെ വിശുദ്ധീകരിക്കണേ. കരങ്ങൾ ഉയർത്തി എല്ലാവരും ഒന്ന് സ്തുതിക്കട്ടെ. പരിശുദ്ധാത്മാവേ എന്ന് വിളിക്കട്ടെ, വിളിക്കട്ടെ, വിളിക്കട്ടെ. ദൈവത്തിൻ്റെ ആത്മാവ് വെളിപ്പെടട്ടെ. ഓ പരിശുദ്ധാത്മാവേ, ദൈവ ചൈതന്യം വെളിപ്പെടട്ടെ. പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തികളുടെ മേലും ഒരു പുതിയ അഭിഷേകം, ഒരു പുതിയ ശക്തി സംഭവിക്കപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്.